എന്തായാലും ഇവനെ കൊന്നില്ലല്ലോ രണ്ടാമത്. ഞാൻ അവിടെ ടിവിന്റെ ഡ്രസ് ഷോപ്പ് ടിവി ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ നിന്നപ്പം എന്റെ അടുത്ത് വന്ന ബ്രോ ആണ്. ജൂൺ ട്രിഗർ ചെയ്താൽ ജൂണിനെ പേടിക്കണം, അല്ലാതെ ഷെയ്ക്കിന്റെ വണ്ടി കയറാൻ മോനെ. എല്ലാരും മാറി. ഞാൻ എന്റെ പൊന്നുവനെ എന്റെ തോളെ കയറ്. കേറാ മുത്തേ നിങ്ങളുടെ വണ്ടി കയറ്റും ചേട്ടൻ. എടാ ഒന്ന് മാറി കയറാം. ഡാഷി കയറട്ടെ, മാറിക്കേ ഡാഷി കയറട്ടെ. അത്രേ ഉള്ളൂ. എന്റെ ബാവച്ചിനെ ഞാൻ കൊണ്ടു. അവിടെ ബാവച്ചി ഈയൊന്നും അടിച്ച് തറയപ്പാൻ നോക്കരുത്, ഏട്ടായി കലിപ്പാവേ. ഓടാൻ നോക്കരുത്. നിങ്ങളുടെ കൂട്ടത്തിൽ കുറെ ഉസൈൻ ബോൾട്ട് ഉണ്ട്, ഏട്ടായി കലിപ്പാവേ. അല്ല സാധനം ഇവിടെ ഉണ്ടേ. എന്ത് ഇവിടെ സാധനം? ഇവനെ കൊന്നായിരുന്നോ രണ്ടാമത്? എടാ മോനെ മുത്തോണി, നീ 2 പ്രാവശ്യം ചത്തായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ ഇവൻ തന്നെ ഹോസ്റ്റേജ്. ഏതാടാ നീ? പേരെന്തോടാ മുത്തേ? ആൻഡ്രോ. എടാ ഇവൻ വലിയ ഗുണയില്ലാത്ത പയ്യനാന്ന് തോന്നല്ല. എടാ കണ്ടാ നിന്നെ ഇട്ട് വന്ന്, മനസ്സിലായി, നിന്നെ ഇട്ട് വന്ന്. പാവടാ, എന്തൊരു പരിപാടി. ഇല്ല എന്നെ എന്തിനു വിളിച്ച്? തമ്പ്രാനോ എന്തിനു വിളിച്ചത്? അല്ല ഏതോ ഒരു പയ്യൻ എന്നെ തമ്പ്രാന്ന് വിളിച്ചായിരുന്നു ഗ്യാങ് ഹൗസിൽ ഇറങ്ങാൻ. തമ്പരാനാടാ പോരെ? കണ്ടില്ലേ നിന്നെ ഇപ്പൊ തോളെ കൊണ്ടുവന്നില്ലേ? 6ാം തമ്പരാൻ പോരെ? ഇപ്പൊ തന്നെ ഇല്ലേ? അല്ലെ അവനെ ഇറങ്ങിക്കളയും, മനസ്സിലായോ? ഫ്ലെക്സ് ഇറങ്ങിക്കളയൂ ഇപ്പൊ തന്നെ വിളിച്ചിട്ട്. ഇതാണ് കണ്ടീഷൻ എന്ന് പറഞ്ഞായി. 30 ഫ്ലെക്സിനൊക്കെ ഇറങ്ങേണ്ടി വരണേ ആൻഡ്രോ. പാവടാ, നിങ്ങളുടെ ലീഡറിനെ എന്റെ ചെറുക്കം പ്ലക്കിയിട്ടില്ലടാ. എനിക്ക് അങ്ങോട്ട് ജൂൺ അവന് ആര് വേണമെന്ന് പറഞ്ഞ മാരിനെയോ? എടാ മാരിയുടെ ഒന്നും അപ്പൊ ഒരു 500 മീറ്റർ ദൂരെ വരാനുള്ള ഇതില്ല, മനസ്സിലായില്ലേ? അതാണ് സൂക്ഷിക്കട്ടോ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ മോനെ, നമ്മള് ഗ്യാങ് ഡ്രസ് ഒക്കെ ഇട്ട് ഗ്യാങ് വണ്ടിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ അടിക്കുള്ളൂ, മനസ്സിലായി? അല്ലാതെ മറ്റേ സിറ്റിസൺ ഡ്രസ് ഇട്ട് 4 പേര് 4 സൈഡിലേക്ക് വന്ന് അടിക്കുന്ന സ്വഭാവം നമുക്കില്ല. ഞാൻ ഇത് വെറുതെ ഒരു സിനിമ കഥ പറഞ്ഞാണേ കേട്ടോ, ഒരു സിനിമ കഥ, റിലേറ്റബിൾ ആണ്. നിനക്ക് മാത്രല്ല, ഇത് സിനിമ കഥയാണേ. ഞാൻ ഹോസ്റ്റ് ഇടുവാണേ. തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി മോനെ പാട്ടൊക്കെ പാടുവാ. നൈസ് ടു മീറ്റ് യു ബ്രദർ. ബ്രോടെ നമുക്കുണ്ടല്ലോ ബ്രോനെ അടിക്കണം പോലും ഇല്ല, പക്ഷെ ബ്രോയുടെ ഗാങ്ങില് കുറെ തീട്ടങ്ങളുണ്ട്, മനസ്സിലായോ? എനിക്ക് ചെറിയൊരു വൈരാഗ്യമുണ്ട്, മനസ്സിലായോ? ഗാങ്ങിലുള്ള എല്ലാരും ഫസ്റ്റ് സ്റ്റാർട്ടിങ് നെയിം തീട്ടോ എന്ന് പറഞ്ഞിട്ട് ഗ്യാങ്ങിന്റെ ഗാങ്ങിലുള്ള ആൾക്കാരുടെ പേരെന്ന് പറഞ്ഞു കേക്കട്ടെ. അല്ലല്ല നീ അവരുടെ റേഡിയോയിൽ അങ്ങ് അറിയാം. പക്ഷെ ബ്രോ ഒരു മാന്യനാണ് കേട്ടോ. റേഡിയോയിൽ അങ്ങ് കയറി എല്ലാ കണ്ടികളാണ് ഉള്ള കാര്യം പറയാലോ. എല്ലാരുടെ പേരും വെച്ചിട്ട് തീട്ടം എനിക്ക് തന്നേ എടാ പയ്യന് തിന്നാൻ മോനെ ഇങ്ങോട്ട് വന്നടാ. സ്പെഷ്യലി പ്രിപ്പയർഡ്. ഇങ്ങോട്ട് വന്ന് ഇന്നാ, ഇത് എന്റെ ഗേൾ ഫ്രണ്ട് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്പെഷ്യൽ ഫുഡ്. നിനക്ക് തരാം ഞാൻ. നില്ല് അവളെ എന്നെ കൊല്ലാൻ വേണ്ടി അവള് എന്ത് തരാനുള്ള എന്തോ ബ്ലേക്ക് എന്താ പറഞ്ഞ? ഇപ്പഴേ കേറണ്ട. ആരും റേഡിയോ കേറണ്ട ഇപ്പഴേ. നീ ഇരുന്നു മക്കളെ കരിമീൻ എന്താ കിഡ്നി വല്ല വേണം? അതൊക്കെ ഓട്ടിക്കാൻ പറ്റുന്നില്ല.
അഡ്മിൻ എന്നെ റീസ്പോൺ എടുപ്പിച്ചു വിട്ടു, ഗണ്ണെല്ലാം പോയി. അതെന്തിനാ അത് അവിടെ നിക്കരുതെന്ന് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് മോനെ. ബുദ്ധി ഇല്ലേ? ആളിയാ പോയളിയാ സൈറ്റല്ല. ആ തരാം പ്രശ്നങ്ങളാന്ന് നോക്കുന്നത്. ഈ പ്രായമുള്ള മനുഷ്യനാരാ? ഒരു കോമഡി ഉണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഒരു കിടില കോമഡി ആണ് കേട്ടോ അതിന്റെ ഇടയിൽ. ഒരു പയ്യ എന്നെ മാത്രം മാറ്റി നിർത്തി പറഞ്ഞാണ്, പക്ഷെ ഞാൻ എല്ലാരോടും പറയും. അല്ലല്ല അതൊന്നുമല്ല, ഇത് വേറെ കോമഡി. നീ പറ. നീ പറ. റാമേ സുഖമല്ലേന്ന് ചോദിച്ചേ. എടാ തീട്ട നെല്ലിക്ക ഒരു എച്ചാർട്ട് വെക്കട്ടെ ചോദിച്ചു. സുഖമല്ലേ തീട്ട നെല്ലിക്ക അച്ചാർ ഇട്ടാൻ ചോദിക്കും. ഫ്ലെക്സിനോട് ഇറങ്ങലാട്ടാ, അത് ആദ്യം പറ. ഇപ്പോഴൊന്നും ഇറങ്ങലാറാ. നിന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞ ഒന്ന് മാറിക്കടാ, ഉച്ചി മാറിക്കടാ. ഞാൻ പറയുന്ന പോലെ റേഡിയോ പറയണേ കേട്ടോ മോൻ. ചേട്ടൻ പറയുന്ന പോലെ പറയണം. ഇനി ജെന്നെക്സിനെ എങ്ങാനും ചൊറിയാൻ വന്നാൽ കേട്ടോടാ, തീട്ട നെല്ലിക്കേ തീട്ട ഫ്ലെക്സേ MRCയുടെ പിള്ളേര് കേറി മാന്തിയിട്ട് ഞാൻ ഇതേപോലെ ഇവിടെ വന്ന് നിക്കേണ്ട വരും. MRCയിലെ പിള്ളേര് മാന്തിയിട്ട് ഞാൻ ഇതേപോലെ ഇവിടെ നിൽക്കേണ്ടി വരും. ആ ഇങ്ങനെ നിക്കാനാണോ എന്നെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നേ? ഇവിടെ നിൽക്കാനാണ് എന്നെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്. ഇനി അവരെ ചൊറിയല്ലേ? അവനും അയ്യോ ഇത് തന്നെ ചെറുക്കിന് വേണ്ടിട്ടാ. ഇതാരാ? ആൽബിസ്. അവിടെ ആൽബി ടാക്സ് ഫോർ $13.99 മോനു മുത്തേൻ അബ്ബിടാ. ആൽബി എവിടെ? ആൽബി എവിടെ? ഇതാ ഒരാളെ കാണിച്ചില്ല. ആൽബി പോലെ റൊസാരി ഒന്ന് എന്റെ അടുത്ത് വന്ന്. റൊസാരിന്റെ പിങ്ങിൽ വന്നടാ. ഇത് കണ്ടാ ഈ പുണ്ടച്ചി റൊസാരി പോലെ ഇങ്ങോട്ടാ. റൊസാരി ഇങ്ങോട്ടാ. ഒരു മാറ്റവും ഇല്ല. ഗ്യാങ്ങിൽ കേറിയിട്ട് ഈ വേഷം കണ്ട. പുറത്തൊരാൾ നിന്നെ കാണാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട്. ആളിനെ കാണിച്ചു. ഇത് കണ്ട ഇപ്പോഴും പാന്റ് ഇടൂല. ആൽബി പയ്യനെ ചണ്ടിട്ടോണ്ടിരിക്കും. ആ പാട്ട് അത്രേ ഉള്ളൂ. അയ്യോ മാണം വീട്ടിലും ഊരില്ലേ? എന്താടാ ഇത് പച്ച കണ്ണടയൊക്കെ വെച്ച് നീ ആര് ചത്താ പച്ചയോ? അത് എന്റെ ഡയലോഗാ, മനസ്സിലായോ? വേറെ ആരുടെ അല്ല. അപ്പൊ നീ അല്ല ഞാൻ ഷെയ്ക്കവിടെ ദേവാ പയ്യനെ കൊണ്ട് ഞാന് ആരുടെ ഉസ്മാന്റെ ഫയൽ ചെക്ക് ചെയ്യാൻ പോയി. ഉസ്മാന്റെ പിക്ക് എടുത്തില്ല. ഞാൻ പറഞ്ഞു ഫയൽ ജൂണിനെ എടുത്തത് മനസ്സിലായോ? അതാണ്. അതൊന്നും ചെക്ക് ചെയ്യണേ. ജൂണിന് അടിച്ചെങ്കിൽ ഫയലാണ്. മനസ്സിലായോ? അപ്പൊ ശരിക്കും നമുക്ക് നാളെ വീട്ടിലോട്ട് പോവാം. വീട്ടിലോട്ട് പോയിട്ട് അവന്റെ പീസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇവനൊക്കെ എടുത്ത് കാണാൻ അങ്ങനെ സഹിക്കണം. ശല്യോട് എന്തോ എടാ പയ്യനെ ഓരോട്ടൊന്നും ചെയ്യിക്കണ്ട കേട്ടോ. പാവലടാ വിടടാ. എടാ മോനെ എടാ ഈ എഴയുന്നത് നീ അല്ല കേട്ടോ. നീ അല്ല, ഇത് നിന്റെ ഫാമിലിയാണ് എങ്ങനെയാന്ന് വിചാരിച്ചത്. ഓക്കെ, നിന്നോട് നമുക്ക് ദേഷ്യമൊന്നുമില്ല. നിന്നെ നമുക്ക് ഒരു ദേഷ്യം നിനക്ക് പോകുമ്പോ ഞാൻ 5 ഹീലിങ്സ് ആയിരുന്നു കേട്ടോ. സിക്കമാരിന് വേണോ? സിക്കമാര് ഒരു 5 എണ്ണം പോഞ്ഞെടുത്താ. ഒരു 5 സിക്കമാര് പോഞ്ഞെടുത്താ. ആ എടാ ഒരു 5 സിക്കമാര് പോഞ്ഞെടുത്ത് കൊടുത്തിട്ട് ജൂണിന് വേണമെന്ന് പറഞ്ഞായിരുന്നു എന്റെ അടുത്ത്. അപ്പൊ എത്ര സിക്കമാര് ബാക്കിയുണ്ട് സ്റ്റോക്ക്?
നോക്ക്. മോനെ ഉള്ളത് ഞാൻ തിരിച്ച് ഉള്ളത് തന്നുവിടാം. പോയിട്ട് ആ ജൂണിന്റെ അണ്ണാക്കിലോട്ട് തെള്ളി കൊടുക്കണം കേട്ടോ. ഉള്ളത് തന്നുവിടാം. തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി അല്ല നമ്മുടെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് പണിഷ്മെന്റ്. എനിക്കുണ്ടല്ലോ കറക്റ്റ് ആരാന്ന് അറിയില്ല. അന്ന് തല്ലില് നെല്ലിക്ക ഒരാള് കമന്റ് ചെയ്തിട്ടാണ് ഞാൻ ഫ്ലെക്സ് പറയുന്നത് കേട്ടാ. എന്തായാലും കുഴപ്പമില്ല. നെല്ലിക്കായി ഫ്ലെക്സും പിന്നെ ജൂണും വന്നോട്ടെ. എന്താ പറയാ, ഞാൻ എനിക്ക് അങ്ങനെ ഇനി എങ്ങാനും പ്രീവാർ അടിക്കുവാണെങ്കിൽ അമ്മമാർക്ക് സിനിമാറ്റിക്സ് ഉണ്ടാക്കണ്ടേ? എനിക്ക് കുറച്ച് അധികം ഉണ്ട്, മനസ്സിലായോ? പിന്നെ കുറച്ച് അല്ല, ഞാൻ ആർക്കാണ് ടി വി അവിടുന്ന് വരുമ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതാ ഇത് നിനക്ക് നമ്മൾ വിട്ടുന്നത്. ഇതല്ലല്ലോടാ എന്റെ ചെയർ, ഞാൻ ഇരിക്കണ ചെയർ ഇതല്ലല്ലോ. എടാ അതൊന്നും പറയിക്കണ്ട, അതൊന്നും പറയിക്കണ്ട, വേണ്ട വേണ്ട വേണ്ട. ജൂൺ മൊണ്ണേന്ന് പറയിപ്പിക്കും. അവന്റെ അടുത്ത് പറയണ്ട മാറി എന്നിട്ട് റേഡിയോ പറഞ്ഞു. മോനെ അവനിങ്ങി വന്ന്. എടാ അവർ ഒരു സിനിമാറ്റിക്സ് എടുക്കട്ടാ പയ്യൻ. അവൻ എഴഞ്ഞ് ഇതുവരെ തന്നെ പോണേ. എടാ തീട്ട ഞാൻ ഒരു കാര്യം പാമ്പാവുന്നില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ തീരുമാനിക്കും നീ എന്താ പറയുന്നത്. എന്ത് പറ്റി? ആ ഫ്ലെക്സ് ഇങ്ങോട്ട് എന്തായാലും വരണം ബ്രോ. എന്ത് പറ്റി ബ്രോ? ബ്രോ സീനില്ല. ഒരു ഒറ്റ കാര്യം പറയാം, ബ്രോ കേറിക്കോ. നമുക്ക് ബ്രോയെ കളിപ്പിക്കാതിരിക്കാനൊന്നും താല്പര്യം. നമ്മൾ അങ്ങനത്തെ ആൾക്കാരല്ല. ബ്രോ തിരിച്ച് കേറിയാൽ ബ്രോയ്ക്ക് നല്ലത്. ആ പോവാണെങ്കിൽ കേറിയാ മതി, പ്രശ്നമില്ല. അല്ലെങ്കിൽ കുഴപ്പമില്ല, നീ പോയാലും വേറെ ഒരാൾ കിട്ടിയാലും മതി, കുഴപ്പമില്ല. എന്താണ് നിന്റെ ലീഡേഴ്സും കോലീഡേഴ്സും ഒക്കെ ഇങ്ങനെ? എടാ എന്തിനാടാ ഞാൻ ഷെയ്ക്കൊക്കെ എന്തെങ്കിലും അങ്ങോട്ട് പറയാൻ വന്നിട്ടുണ്ടോ? നമ്മൾ മാന്യമായിട്ട് സംസാരിക്കാൻ നിൽക്കുന്ന സമയത്തൊക്കെ പണ്ട് നമ്മളോട് എന്താ പ്രശ്നം എന്താന്ന് കേക്കട്ടെ. നിനക്കൊക്കെ ചക്കമാരിന്റെ അടുത്ത് എന്താ പ്രശ്നം? ചക്കമാരുടെ പ്രശ്നം ഞങ്ങളുടെ ചക്കേന വേണം പോലും. നിൽക്കുന്ന പയ്യനാ തരാൻ പറ്റത്തില്ല. വണ്ടി പണിയാൻ കൊടുത്തിട്ടാ പറ്റിച്ചാവൻ. നമുക്ക് അത് നമുക്ക് പൊളിഞ്ഞാട്ടോ. നമ്മുടെ ചക്കേനൊക്കെയാണോന്ന് പറഞ്ഞാലേ നമ്മുടെ തങ്കപ്പെട്ട പയ്യനാണ് നമ്മളെ, മനസ്സിലായ? അവനെ സുനിലിത് അറിയണം, വളർത്തിട്ടൊരാൻ തന്നാണ്ടല്ലോ. സുനിലെങ്ങാനും ഇത് അറിയണം. ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ ഇരുന്നിട്ടേ ഒരു 10 പ്രാവശ്യം ചക്ക ദൈവം അല്ല ഇങ്ങോട്ട് ഇവിടെ വേണ്ട, ഇങ്ങി വാങ്ങി ഇവിടെ വാ. ഞാൻ റേഡിയോയിലുണ്ടാ, ഞാൻ റേഡിയോയിലുണ്ട്. പൂള് ഫേസ് ചെയ്തിരുന്നു. ഞങ്ങള് വേണം വെള്ളത്തിൽ ഇറങ്ങിക്കാം. കുളിർമിട്ടാണ് മേക്ക വെള്ളത്തിലിറങ്ങിക്കുന്നത്. ഫ്ലെക്സ് നെല്ലിക്ക, പിന്നെ ഫ്ലെക്സ് നെല്ലിക്ക ജൂൺ. ഓക്കെ അല്ലേ അവന് ഇറങ്ങിക്കളി മേക്കെ, മനസ്സിലായാ? കണച്ചിട്ടിട്ട് പറ. ഹലോ VNV. ഹലോ VNV ബ്രോ, കേക്കാമോ? ബ്രോ ഒരു 15 മിനിറ്റ് കഴിയുമ്പോ ജൂണ്, ഫ്ലെക്സ്, നെല്ലിക്ക ഇവര് 3 പേരൂടെ നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ വരണം. ഓക്കെ, പയ്യനെ കൊണ്ടുവരാൻ. ഡിമാൻഡ് നമ്മൾ ഇവിടെ വന്നിട്ട് പറയാം. ഓക്കെ അല്ല ബ്രോ, സംഭവം നെല്ലിക്ക നിലവിലില്ലേ? 59 സിറ്റിയിൽ ഉണ്ടായിരുന്നല്ലോ.
നെല്ലിക്ക സിറ്റിയിൽ ഉണ്ടായില്ല പോലും. ഓക്കെ ഹലോ കേക്കാവോ? ആ ബ്രോ ആ 3 പേര് വന്നില്ലെങ്കിൽ തരൂല കേട്ടോ ഇവനെ. അല്ല ബ്രോ അതാണ് ഞാൻ പറഞ്ഞത്. കുഴപ്പമില്ല 3 പേര് എന്തായാലും കേട്ടോ. അല്ലടാ എടാ ഈ സിറ്റിയിൽ ഇല്ലാത്ത ആളിനെ വിളിച്ചു കയറ്റാൻ പറ്റില്ല. അവൻ ഇനിഷ്യലിൽ ഇല്ലായിരുന്നു. അവൻ ഇനിഷ്യലിൽ ഇല്ലായിരുന്നു. ഇനിഷ്യല് നെല്ലിക്കുണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ ജൂണ് വരണം, ഫ്ലെക്സ് വരണം, പിന്നെ ബ്രോ വരണ്ട കേട്ടോ. ബ്രോ പാവോ, ബ്രോ വരണ്ട. ആ ഒരു കാര്യം ട്രിഗറിനെ വിളിച്ചാൽ മതി. ട്രിഗർ ശരി ശരി. ഇപ്പഴേ പറഞ്ഞ കേട്ടോ 15 ടൈം വന്നാ മതിയെ. ഇടാ നമ്മള് പയ്യനെ കൊണ്ട് തന്നെ വിളിപ്പിക്കാം. ഓക്കെ പാവങ്ങളാ മേക്കെ. പാവടവനെ കണ്ടിട്ട് ട്രിഗർ വേണോ ഷാഗി വേണോ? ട്രിഗർ അന്ന് എന്റെ അടുത്ത് വന്ന് ചിരിച്ചു കാണിച്ചിട്ട് പുറകെ പോയെന്ന് മറ്റേ സിറ്റുവേഷൻ ഓർമ്മ ഉണ്ടോ? മക്കളെ ട്രിഗർ വേണോ ഷാഗി വേണോ? മക്കളെ ട്രിഗർ വേണോ ഷാഗി വേണോ? ട്രിഗർ ഷാഗി അല്ല 4 പേര് പറഞ്ഞോ അല്ലേ? ട്രിഗർ ഷാഗി ജൂണ് പിന്നെ ആരാ? ഫ്ലെക്സ്. നെല്ലിക്ക ഇല്ല. ഓക്കെ ഡൺ. ഞാൻ നോക്കിക്കോളാം. ഒരു മിനിറ്റ്. ചക്ക ഇറങ്ങി ചക്കദൈവം ഇറങ്ങി വെള്ളത്തിൽ നിൽക്കുക. ചക്കദൈവം മാത്രം വെള്ളത്തിൽ. ചക്ക മാത്രം ബാക്കിയെല്ലാം തിരിച്ചേറ്. ചക്കദൈവം മാത്രം വെള്ളത്തിക്കട്ടെ. ചാർലി ആ ചക്കദൈവത്തിന് വിളിച്ചോ. ആഞ്ഞു വിളിച്ചേക്കാം. നമസ്തേ. చక్కదేవం చక్కదేవం జూన్ మొన్న చక్కదేవం జూన్ మొన్న చక్కదేవం జూన్ మొన్న ഇവനെ കത്തിക്കണ്ട. ഇവൻ പാവ. ചക്കദൈവം പറയുന്ന പോലെ ചക്കദൈവത്തിന് എന്തും സാധിക്കും ഇവിടെ. എന്നാ കത്തിക്കണ്ടടാ, കൊന്നിട്ട് ഇവൻ ശവം കൊണ്ടോയിക്കോട്ടെ. ഈ അമ്പാൻ എന്തോന്ന് കാണിക്കണേ? ഗണ്ണ് പറ്റിച്ച് മാക്കി നീ എന്നാ ഗണ്ണാ? 3 ഡ്യൂറബിലിറ്റി ഉള്ളൂ. അല്ല നീ നിർത്തണ്ട. പറഞ്ഞോ. ഞാൻ ഇന്നെടുത്ത ഗണ്ണാണ് മോനെ. അത് ആളൊന്നും ഉപയോഗിച്ചിട്ടൊന്നുമില്ല. വേണ്ടെങ്കിൽ തന്നേരും. അല്ല നീ തന്നത് 3 ഡ്യൂറബിലിറ്റി ഉള്ളായിരുന്നു. മൊത്തം 10-15 ഉണ്ടായിരുന്നുള്ളത്. ഞാനിപ്പോ തന്നടാ. ഇന്നലെ ഞാൻ നിനക്ക് ഗണ്ണ് തന്നിട്ടില്ല മോനെ. തന്നില്ലായിരുന്നു. വേണ്ട. ശരിക്കും എന്താ കഴിഞ്ഞ കൊടുത്തുവിട്ടാലോ അവനെ? സമയം കളയണ്ടല്ലോ, കൊടുത്തുവിട്ടേക്കട്ടെ. എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടെ മോനെ നീ ചപ്പ പച്ചാന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? പറ നീ ചാറ്റിലെ കണ്ട ആരെ പഠിപ്പിച്ചെന്നെ ചപ്പാ പച്ച? വാട്സാറ്റിൽ അത് ആരെ ഉദ്ദേശിച്ചത്? മാക്ക് എന്ന് പറഞ്ഞല്ലേ അവിടുന്ന്? ആ മാക്കാണ് ഞാൻ. മനസ്സിലായ? അപ്പൊ ഇങ്ങനെ ഇനി ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ വന്ന് നിൽക്കും. അവരോട് പറഞ്ഞേക്കണം ഇനി മേലെ ഇടരുത്. ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ വന്ന് നിന്നിട്ട് നേരെ മുന്നിൽ കണ്ണിനോട് കണ്ണ് നോക്കി മാക്ക് ചോദിക്കുമെന്ന് പറയണം. ആ അങ്ങ് പറഞ്ഞേക്കണേ. ഈ പയ്യന്റെ പേരെന്താ? ഈ പയ്യ പാവം. ഞാന് ഒരു 6 months. അപ്പൊ നീയും ഉണ്ടായിരുന്നു അന്ന് എയർഫീൽഡിൽ അടിക്കാൻ. ഇല്ലായിരുന്നു എന്നാ പോട്ടെ. ആ വെള്ളത്തിൽ പോയി. അച്ചടാ അല്ലല്ല അങ്ങനല്ല. ഞാൻ തള്ളിയിട്ട് തന്നെ അങ്ങനെ തിരിച്ചു വരണം. നീ ദൈവോ? വായിലെത്തുവാ. നീ ഇവിടെ വന്നാണടാ മോനെ. ചേക്ക് ഇവിടെ ഇരുത്തി സംസാരിക്കും. എടാ ആരും വരില്ല. ആ പയ്യനെ മാത്രം ഇങ്ങോട്ട് വിട്ടെ.
ആരും വരില്ല പയ്യനെ മാത്രം വിട് ഫ്രണ്ടിലോട്ട് ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലോട്ട്. നീ എൻ പാതിജി എടാ എല്ലാരും വരല്ലേ ആ പയ്യനെ മാത്രം വിടാൻ പറഞ്ഞു. ആ ഞങ്ങൾക്ക് പാട്ട് പാടിയാട്ടാണ്. അതെ ഞങ്ങൾക്ക് രണ്ടു ഞങ്ങൾ 2 കോലിഡേഴ്സ് എംആർസിയിലെ നമുക്ക് 2 പാട്ട് പാടിയാ മതി. പാട്ട് വലിയ ഏതേലും പാട്ട് പാടിക്കോ. ഏതെങ്കിലും പാട് വെച്ചു. കാക്കേ കൂടെ വിടെ കുട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞ് അയ്യേ അതൊന്നല്ല. ഞങ്ങൾ LKG പിള്ളേരാ. എല്ലാത്തും പാട്ട് വലിയ എത്തില്ല. നിനക്ക് മോങ്കിൽ തോട്ടം അറിയോ? മൂങ്കിൽ നിനക്ക് ജാനം തേക്കിൽ അറിയോ? ജാനം ജാനം തേക്കില വേണ്ട, ജാനം തേക്കില വേണ്ട, ഔട്ട്ഡേറ്റഡ് അത് ഒരിക്കലും ഔട്ട്ഡേറ്റ് ആവില്ല. അല്ല ജാനമാണ് കുറച്ചുകൂടെ നല്ലത്. നല്ലതും എടാ എല്ലാരോടും വരണ്ടെന്ന് പറഞ്ഞാൽ എല്ലാരും വരണം കേട്ടോ. ഏതാ പാട്ട് എനിക്ക് ഞാൻ കേട്ടില്ല. അന്നൊരു കാര്യം വേറെ പാട് വേറെ നല്ല പാട്ട് പാടറാ. സിനിമ പാട്ട് ചത്താപ്പച്ച അറിയോ? കത്താപ്പച്ച പാടറിയോ? ഇല്ല എനിക്ക് കറക്റ്റ് പാട്ടുകള് ഞാൻ ഓരോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, അല്ലെങ്കിൽ എടാ ഷിബു ഉണ്ടോ ഇവിടെ? ഷിബു മോനെ ആ ചത്താപ്പച്ച പാട്ടൊന്ന് ഇട്ട് കൊടുത്തേടാ. പയ്യൊന്ന് ഡാൻസ് കളിക്കട്ടെ. അതല്ല ബ്രോ കേക്കാമോ? പേരെന്താണ്? എന്റെ പേര് എന്താണ് ആൻഡ്രോ. ആ ബ്രോ ഉണ്ടായിരുന്ന ഫാൽക്കണ മറ്റേ ഹോസ്റ്റേജ് എടുത്തപ്പോ? ഇല്ല ഇല്ലെങ്കിൽ ഉള്ളവന്മാരുടെ അടുത്ത് 4 പേരുടെ അടുത്ത് വരാൻ പറയണോട്ടാ. 4 വരണോടാ കേട്ടാ. നിന്റെ ലീഡർ ഉൾപ്പെടെ ചത്താപ്പച്ച ഇട്ട് കൊടുത്തേടാ പാട്ടാരിലും കേട്ടാ. അയ്യോ ഡാൻസ് കളിക്കട്ടെ. ഇപ്പൊ വരാട്ടാ. എടാ നടുക്കോട്ട് മോർണിംഗ് ഇവിടെ എടാ എല്ലാരും വട്ടം നിന്ന് പയ്യന്റെ വട്ടം നിന്ന് പയ്യന്റെ ചുറ്റിനും നിന്ന് എല്ലാരും പെട്ടെന്ന് ചുറ്റിനും നിന്ന് പയ്യൻ നടക്കിക്കട്ടെ. ആ പയ്യൻ ഇവിടെ പയ്യൻ മോനെ ഞാൻ നിൽക്കുന്നിടത്തേക്ക് വാ. ഇവിടെ വാ മോർണിംഗ് വാ. ഇവിടെ ചേട്ടനോട് ചേർന്ന് നിൽക്കുക. ആ ഇവിടെ എല്ലാരും എന്റെ ചുറ്റിനും നിന്ന് ഷേക്കിങ് ആത്തോലെ എല്ലാരും വട്ടം നിൽക്ക്. ജെ പാട്ടിട്ടടാ. എടാ നീയൊക്കെ സ്കൂളിലാണ് വെച്ച ഇതാണോ വട്ടം? ആക്ച്വലി ഡിസ്റ്റൻസ് ഇട്ടിരിക്കും. ഡാൻസ് കളിക്കാനുള്ള ഡിസ്റ്റൻസ് ഇട്ടിരിക്കണം. എടാ ഇനി ജെ പാട്ടിട്ടടാ. എല്ലാരും ഇറങ്ങി സർക്കിൾ നിന്ന് എല്ലാരും സർക്കിളാക്ക്. ഉസ്മാനെ ചന്തി ഇറക്കി വെക്കണം. അല്ലല്ല ജൂണല്ല വണ്ടി വന്നല്ലോ പുറത്ത്. പാട്ടിട്ട് ചേച്ചേ ചാവാലപ്പട്ടിക്ക് തുറന്നു കൊടുക്കണ്ട. ആ നീ എടാ പാട്ടിടാ. നല്ലോണം ആട്ടാറിയ ഒരു 10 മിനിറ്റ് ഉണ്ട്. ഇതാണോ ചത്താപ്പച്ച? ചത്താപ്പച്ച സ്റ്റാൻഡേർഡ് ഉണ്ട്. ഐഡിയ എത്രടാ നിന്റെ? എടാ വേറെ എവിടുന്ന് കിട്ടൂടാ നിനക്ക്? നീ ഇവിടെ വന്നിട്ട് നമ്മളെ കൂടെ ഡാൻസ് കളിക്കുന്ന മനസ്സിലായോ? അതാണ് നമ്മളെ മനസ്സിലായോ? ഇതിലും വലിയൊരു ജൂണെന്താ തലേ തുണിയൊക്കെ ഇട്ടിരിക്കുന്നു. ഒരാൾ പോലും കയ്യില് ഗണ്ണ് ചുമ്മാ പോലും എടുക്കരുത് കേട്ടല്ലോ. ചുമ്മാ പോലും കയ്യിൽ ഗണ്ണെടുക്കല്ല ആരും.
സൗണ്ട് കേൾക്കുന്നില്ലടാ പാട്ടില്. ആ പറ കുറച്ച് മീഡിയ ആക്കിട്ട് അടുത്തോട്ട് ഹൈയാക്കണ്ട. ഇറങ്ങുന്നില്ലേ നീ ജൂണിന്റെ പരിപാടി കാണിക്കില്ലേ? ഇറങ്ങുന്നില്ലേ? റൊസാരിയോ റൊസാരിയോ എന്താണ് പ്ലക്കുന്ന മാരിനവിടെ? VNV ആണോ ഇത്? ഹലോ VNV ആണോ? ഹലോ ഹലോ ഹലോ. അല്ല ബ്രോ ഇത് വേറെ ഐഡിയ ആയിരുന്നു. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞവരെല്ലാം വന്നിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിട്ട് വരട്ടെ. ഒരു മിനിറ്റ്. രണ്ടാളെന്തല്ലോ ഒക്കെ. ഹലോ, ആരൊക്കെ വന്നിട്ടുണ്ട്? ഞാൻ ലീഡർ. എവിടെ? ട്രിഗർ ഷാഗിയും ഫ്ലെക്സും എവിടെ? ട്രിഗർ ഷാഗിയോ? 4 പേർക്ക് വരാം, 4 പേർക്ക് വരാം, അതാണ് ഡിമാൻഡ്. 3 പേര്. അല്ലല്ല, ഞാൻ എന്താ പറഞ്ഞറിയോ, ഞാൻ കണക്ട് ഇടാം അപ്പൊ വന്നാ മതി എന്നാ പറഞ്ഞേ. നിങ്ങളെന്താ നേരത്തെ വന്നേ? അതെ അപ്പൊ ട്രിഗറിന് ഷാഗി വിളിച്ചോ? ഇല്ല കുഴപ്പമില്ല, നിങ്ങൾ പോകണ്ട, വിളിച്ചോ, അവര് വന്നാ മതി. ഷാഗി സിറ്റിയിലില്ല, ട്രിഗർ വരുന്നുണ്ട്. ഷാഗി സിറ്റിയിലില്ലേ? അപ്പൊ ഏതെങ്കിലും ഒരു നല്ല പയ്യനോട് ഇങ്ങനെ വിളിച്ചേരും. 4 പേരായിട്ട് ഇങ്ങനെ 2 പേരായിട്ട് വരാം. നീയും വേണോ? അല്ല, ജോ വേണ്ട, ആ പയ്യൻ പാവുക, എനിക്ക് വേണ്ട. ആ പയ്യൻ ഓൾറെഡി ഇങ്ങോട്ട് മൂവിങ് ആണ് ബ്രോ. ആണോ? അന്നാ നിനക്ക് വേണ്ട ആരെ വെച്ചാ പറഞ്ഞോണ്ട് സെനക്സേ. നീ തിരിച്ചു വെക്കാൻ വളറ, അവനോട് പറ തിരിച്ചു വെക്കോളാം. കുട്ടപ്പ ഹലോ, നമസ്കാരം. നീ ഏതാ? നീ സൈഡിലേക്ക് നീ മാറി. നീ ഏതാ? നിന്നോട് ഹലോ, പച്ച വെച്ചിട്ട് നിന്റെ പേരെന്താടാ? തട്ടൊന്ന് മാറ്റി. എന്റെ പേര് നീ അറിയണ്ട. അത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ നിൽക്കുമല്ലോ ഇവിടെ. അകത്തേക്കുള്ള പയ്യനെ വേണോ? പറഞ്ഞൊന്ന് മാറ്റി. അകത്തേക്കുന്ന പയ്യനെ വേണോ? കേസൊന്നും ചോദിക്കണ്ട, കേസൊക്കെ നമുക്ക് കോടതിയിൽ. ഇതൊന്നും ഇല്ല ഇവിടെ. അത് നമ്മൾ പറയാം. അവിടെ നില്ല, ഹോസ്റ്റേജ് കഴിഞ്ഞൊന്നും ഇല്ലല്ലോ. പറയാം നമ്മള്. ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് മനസ്സിലായോ? അവര് പറയും, അതുപോലെ ചെയ്താ മതി. ഓക്കെ, അപ്പം വരാനാ നിന്നോട് പറഞ്ഞേ. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന്? അതെ, എക്സ്ക്യൂസ് മീ, ആ പയ്യനാരാണ് ആ സൈഡിൽ നിൽക്കുന്ന പയ്യൻ? ഹലോ, ജോ പയ്യൻ. പാവാണല്ലേ? ഇതൊരു പയ്യനെ. പൊക്കോ വിട്ടു. ചിരിക്കണ്ട നീ ചിരിക്കണ്ട, നീ സംസാരിക്കണ്ട, നീ ഒന്നും പറയണ്ട. നീ ഗണ്ടത്തെ മാരി എല്ലാം ഒറ്റത്തെ മിണ്ടല്ലോ. ഒറ്റത്തെ മിണ്ടല്ലേ പറയുന്ന കേക്ക്. ഒറ്റത്തെ മിണ്ടല്ലേ, ഇതിന്റെ അപ്പുറത്തെ സംസാരല്ലേ? ഇന്നലെ നിങ്ങളുടെ കുട്ടമാരി പ്ലെയറെ ഷാഗി അല്ലെ ഷഡ്ഡി ഓ യുസിമാരി, നീ ഷഡ്ഡി എന്ന് വിളിച്ചവരെ? അല്ല, അങ്ങനെ പറയണ്ട. അപ്പൊ നിങ്ങള് ഇന്നലെ ചോദിക്കഴിഞ്ഞാൽ അവൻ വീഡിയോ ചെയ്തിട്ട് കത്തിപ്പോയതാണ്. പേടിക്കണ്ട. സീക്കമാരി ഇന്നലെ ഫുൾ ടൈം ഉണ്ടായിരുന്നല്ലോ ഇവിടെ രാത്രി. വീഡിയോ ചെയ്തിട്ട് കിക്കായി പോയി. ഇറങ്ങിപ്പോയിട്ട് ഞാൻ തിരിച്ചു വന്നേരാ. അപ്പൊ നീ എവിടെ പോയിരുന്നു? പയ്യനകത്തിരിക്കുന്നേ. ഹോസ്റ്റേജ് അകത്ത് നിൽക്കുക, മനസ്സിലായോ?
എന്തോ കേട്ടില്ല മോനെ. നിനക്കുള്ള സാധനം മേലട്ട് നീ ഹോസ്റ്റേജ് അല്ലെങ്കിൽ പോലും നിനക്കുള്ളതാണ്. പുറത്തോട്ടോ. ആദ്യം പോയി പഠിച്ചിട്ട് വാട്ടോ നീയൊക്കെ മനസ്സിലായോ? ഇവിടെ ഹോസ്റ്റലിൽ വന്നാണെങ്കിൽ അത് പഠിച്ചിട്ട് വാ. പയ്യൻ പോയില്ല. ട്രിഗർ ആക്കാൻ നോക്കുന്നതാണ് അനങ്ങല്ലേ മോനെ. ഇനി എന്ത് ചെയ്യണം നിന്നെ ഞങ്ങള്? അവർക്ക് വേണ്ടത് അവന്മാരുടെ സെൽഫ് ഈഗോകളൊക്കെയാണ് അവന്മാർക്ക് വരുന്നത്. നിനക്ക് വേണ്ടിയല്ല അവന്മാർ വന്നത് ഇവിടെ, മനസ്സിലായി? ഇത് പുറത്ത് പോയി കാണിച്ചോട് മേക്കെ. ഓക്കെ, ഇപ്പൊ തന്നെ കാണിച്ചോട്. ഇപ്പൊ തന്നെ POV കാണിച്ചു കൊടുക്ക്. കളിക്കണോ വേണ്ടി നമുക്ക് തീരുമാനിക്കാം. ഞാനൊന്ന് ദൈവത്തിനെ കണ്ടില്ല. എങ്ങനെ വീട്ടിൽ പോടാവനെ? അഡ്മിൻ ഒന്ന് താഴോട്ട് വരുമോ? അഡ്മിനെ ഹലോ അഡ്മിനെ ഒന്ന് താഴോട്ട് വരുമോ? ആ പറഞ്ഞോ കേക്കാം. ആ ഹലോ എക്സൽ ദൈവമേ ഹലോ. ആ അവര് തിരിച്ചു വന്ന് അവര് ഹോസ്റ്റലിനെ കൊണ്ടുവന്നപ്പം ഓവർ താളം വിട്ടു. നമ്മൾ താളം വിട്ടിരുന്ന് പറഞ്ഞപ്പോ കേൾക്കാതെ അവന്മാര് ഒരു കാരണവശാലും ഹോസ്റ്റൽ ഇവിടെ ഉണ്ടെന്നുള്ള പ്രിവിലേജ് തരാതെ അവര് മറ്റേ താളം വിട്ടിട്ട് അവര് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ താളം തരത്തിൽ പറഞ്ഞപ്പോ പോയി വണ്ടി എടുത്ത് പോയി. എന്താ ചെയ്യണ്ടേ? തീർന്നില്ലല്ലോ. അവൻ എന്നെ തെറി വിളിച്ചിട്ട് അവൻ വണ്ടി എടുത്ത് ഡിമാൻഡ് അവരുടെ അടുത്ത് പറഞ്ഞു. ഓൾറെഡി ഡിമാൻഡ് പറയാൻ സമ്മതിക്കണ്ടേ? ഇവൻ പറഞ്ഞു, ബാക്കി ഇവനെ തെറി വിളിച്ച അവന്മാര്. എന്നെ തെറി വിളിച്ച് അങ്ങ് പോയി. അപ്പം എന്താണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് കുറച്ചിട്ട് പോയാൽ നിങ്ങള് അവരുടെ അടുത്ത് സംസാരിച്ച രീതിയിലായിരിക്കും അവര് ചിലപ്പോ പോയത്. ഞാൻ ഒന്നുകൂടെ വിളിക്കാം. വെയിറ്റ് ആക്ക് ഞാൻ പറയാം അതൊക്കെ നടന്നു. മിണ്ടല്ല ആരും മിണ്ടരുത്. റേഡിയോ സൈലന്റ് ആവ് പറയണേക്ക്. ഞാനിപ്പൊ അവന്മാരെ തിരിച്ചു വിളിച്ചിട്ട് സോറി പറയിക്കുന്നു. അവന് കയറ്റി വിട്. പോയി പണി കൊണ്ടോട്ടെ. എന്താണ് നമ്മളിതല്ലേ? എടാ കുണ്ണെ, എനിക്ക് സോറി കിട്ടിയിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ, മനസ്സിലായോ? ഒറ്റ ഡിസിഷൻ പറഞ്ഞല്ലോ. ഇതിന്റെ അപ്പുറത്തേക്ക് ആർക്കെങ്കിലും വല്ല ഡിസിഷൻ ഉണ്ടോ? എനിക്കൊരു ആഗ്രഹം, എന്റെ അടുത്ത് ഒരു സോറി പറഞ്ഞിട്ട് ഹലോ ജോ ഇവനെ വേണ്ടേ? വരിക ആ സോറി പറയാൻ പറഞ്ഞ സോറി പറയാൻ കൊണ്ടുപോകുക. നമ്മളാരും നിങ്ങളായിട്ട് ട്രിഗർ ചെയ്യാൻ നോക്കണ്ട. ബാക്കി കാര്യങ്ങളൊന്നും ഇല്ല. വരിക കൊണ്ടുപോവുക സോറി പറഞ്ഞിട്ട്. കേട്ടോ? ഞാൻ പറഞ്ഞ 4 പേര് ഇങ്ങോട്ട് വരിക. കേട്ടോ? എന്ന ഇമോട്ട് ഇടുക. എന്നിട്ട് ഇല്ലില്ല സറണ്ടർ വേണ്ട. ജെന്നെക്സേ സോറി പറഞ്ഞിട്ട് പോട്ടെ. ബ്രോ വന്ന് സോറി പറഞ്ഞിട്ട് കൊണ്ടുപോ. വേഗം തിരിച്ചു പറഞ്ഞേ. ജൂണ് ട്രിഗർ ഫ്ലെക്സ്. ജൂണ് ട്രിഗറും ഫ്ലെക്സും. അടുത്തേക്ക് നോക്കിയാണ് വേറെ കൊച്ചിട്ടാ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം
ഞാൻ നിങ്ങളെ റേഡിയോ ഒന്ന് കേട്ടെ. ഞാൻ നിന്റെ ഒക്കെ അടുത്ത് ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം പറയാൻ പോവാ. അവന്മാരിപ്പൊ വരും. ഒരൊറ്റ ഒരെണ്ണം ZenX-ഉം മാരി അല്ലാണ്ട് ആരും സംസാരിക്കരുത്. ZenX-ഉം മാരി അല്ലാണ്ട് ആരും സംസാരിക്കാൻ പാടില്ല. മനസ്സിലായോ? ഹലോ ഹലോ. നിങ്ങളുടെ ഞാനത് പറഞ്ഞ അവര് വന്ന് ട്രിഗർ ആക്കാൻ നോക്കിയിട്ട് നമ്മുടെ പയ്യന്മാരെ തെറി വിളിച്ചിട്ട് അവര് പോയി. ഞാൻ പിന്നെ രണ്ടാമത് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരുടെ ഇതെന്തായിരുന്നു? നമ്മൾ സോറി ഡിമാൻഡ് അവര് ജൂണും ട്രിഗറും ഫ്ലെക്സും മാരിയുടെ അടുത്തും ZenX-ന്റെ അടുത്തും സോറി പറയണം. 5 പ്രാവശ്യമാരും ഇവര് 3 പേര് സോറി പറയാ കൊണ്ടുപോട്ടെ. ഇത് ഇത്ര ഉള്ളു ഡിമാൻഡ്. നിങ്ങളെ ഹോസ്റ്റേജിന്റെ ടൈം കഴിഞ്ഞു. ഹോസ്റ്റേജിനൊന്നും ചെയ്തില്ല. ഹോൾഡ് ചെയ്യിക്കാം. ഇത് കഴിയുന്നത് ഇല്ല. ഹോസ്റ്റേജിനൊന്നും ചെയ്തില്ല. അല്ലല്ലോ അപ്പൊ നമ്മളും ചെയ്യില്ല. ഇല്ല അവര് വന്നിട്ട് പറയാം. ഇത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഹോസ്റ്റേജിന് ഹോൾഡ് ചെയ്യാം. ഓക്കെ ഇല്ല പക്ഷെ അവർ ചെയ്തു. അവർ തെറിവരെ വിളിച്ചു. ഞാൻ കണ്ടപ്പോൾ നമ്മൾ കേട്ടിട്ടില്ല. വാണിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ടിക്കറ്റ് ആയിട്ട് പോവാം. ഓക്കെ. അപ്പം ട്രിഗറിങ്ങിന് അതിനുള്ള ആക്ഷൻസ് വരും. അത് ഇൻഡിവിജ്വൽ ആയിരിക്കും മേ ബി, അല്ലെങ്കിൽ ഗ്യാങ് ആക്ഷൻ ആയിട്ട്. അത് സെപ്പറേറ്റ് എങ്ങനെയാണെന്ന് അതൊക്കെ അവര് നോക്കിയുള്ളൂ. ഞാനൊരു കാര്യം പറഞ്ഞ എല്ലാരും കേട്ടല്ലോ അല്ലേ കറക്റ്റ് ആയിട്ട്? മാരിയും ZenX-ഉം അല്ലാണ്ട് ഒരാൾ അവിടെ സംസാരിക്കരുത് കേട്ടാ. വേറെ ഒരാൾ പോലും സംസാരിക്കരുത്. ഈ പയ്യന് ഹോൾഡിലാണ്. ഈ പയ്യനൊന്നും മിണ്ടല്ല. ഒന്നും ചെയ്യല്ലേ. അല്ലേലും എനിക്ക് തുടക്കം മുതലേ ഈ പയ്യനെ ഒന്നും ചെയ്യണമെന്നില്ലായിരുന്നു. എല്ലാം റിഫ്രഷ് അടിച്ചോ. അല്ല ബാബ തങ്കപ്പെട്ട അല്ല അന്നേരവും ചിലപ്പോ ആൻഡ്രു വന്നിട്ട് നമ്മുടെ അടുത്ത് താളം വിടുമായിരിക്കും. പക്ഷെ നമ്മളങ്ങനെ അല്ലായിരുന്നു. അതാ വരുന്നുണ്ട്. എടാ ചക്ക ബാക്കി എല്ലാരും മാറിക്കേ. ചക്കമാരിയും ZenX-ഉം മാത്രം എന്റെ അടുത്ത് വാ. ചക്കമാരി ZenX മാത്രം. ബാക്കി എല്ലാരും ബാക്കുവാ. എല്ലാരും ബാക്കുവാ. ചക്കമാരിയും ZenX-ഉം മാത്രം വന്നിട്ട് ബാക്കി എല്ലാരും ബാക്കിക്ക്. മോർണിംഗ് ഇവിടെ കരിമീനെ ഒന്ന് മാറിക്കടാ. ഇവിടുന്ന് മാറിക്ക. ഇവൻ എന്തിനാണ് ഈ നടുക്ക് ഒത്ത നടുക്ക് കയറിയിരിക്കുന്നത്? ZenX-ഉം ചക്കമാരി വന്നേ. നിങ്ങള് വന്ന 3 പേര് ഈ ZenX-നോടും CK മാരിയോടും 5 പ്രാവശ്യം സോറി പറയാ. നിങ്ങളുടെ പയ്യനെ കൊണ്ടുപോവാ. ദാറ്റ്സ് ദ ഡിമാൻഡ്. അല്ലല്ല പറയാൻ പറഞ്ഞില്ല ബ്രോ. അവൻ സംസാരിക്കല്ലേ ബ്രോ. അല്ലല്ല പേര് പറഞ്ഞു സോറി പറയാ ബ്രോ. CK മാരി ZenX. ഞാൻ ഒന്ന് പറയണം ബ്രോ. അവൻ ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ. ബ്രോയുടെ ഗാങ്ങിലുള്ള ഈ ചെക്കൻ എന്തൊക്കെ എന്നോടൊന്നും പറഞ്ഞായിരുന്നു. അതൊക്കെ ബ്രോ ആണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് ഞാൻ പറയാം. ഇനി നീ പറഞ്ഞോ. എനിക്കറിയത്തില്ല. ബ്രോ സ്റ്റോറി പറഞ്ഞിട്ട് പോ ബ്രോ. 5 പ്രാവശ്യം ഓരോരുത്തർ വെച്ച് 5 പ്രാവശ്യം പറഞ്ഞിട്ട് പോ. നീ ഒരു കാര്യം പറയണ്ട. നീ സോറി എല്ലാരും ഉണ്ടായിരുന്നേ. ട്രിഗർ ആദ്യം സോറി ZenX, സോറി CK മാരിന്ന് 5 പ്രാവശ്യം പറ. സോറി ZenX, സോറി CK മാരി. 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 ഇനി അടുത്ത ആള്. സോറി ZenX, സോറി CK മാരി. സോറി ZenX,
സോറി സിക്കമാരി ട്യൂഡ് ഒന്നും കൂടി സൗണ്ട് കുറയ്ക്കടാ. എന്തൊരു പറഞ്ഞിട്ട് പോട്ടെ. മതി അടുത്ത സോറി സി കെ മാരി സോറി സെന്നെക്സ് സി കെ മാരി സോറി ചെന്നെക്സ് സോറി സി കെ മാരി സോറി സെന്നെക്സ് ഞാൻ പറഞ്ഞു. ബ്രോ നിങ്ങൾക്ക് തോന്നുന്ന പോലെ പറഞ്ഞാൽ എന്റെ സൗണ്ട് ഇതാ ബ്രോ, ഞാനല്ലേ പറയുന്നത്. സൗണ്ടിൽ എനിക്ക് 2 പ്രാവശ്യം കൃത്യമായിട്ട് പറഞ്ഞിട്ട് പൊക്കോ. സോറി സെന്നെക്സ് സി കെ മാരി സോറി ചെന്നെക്സ് സോറി സി കെ മാരി പോരെ. പയ്യെ പോടാ ചെല്ല്. പയ്യെ പോടാ ചെല്ല്. നിങ്ങള് ഇതിപ്പോ എന്താ പ്രീവർ അടിക്കുന്നുണ്ടോ? 11 മണിക്കാ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ? അത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ഇപ്പഴാ പറയുന്ന? വേണ്ട വേണ്ട 11 മണിക്കല്ലേ? ഓക്കെ പോയിട്ട് പോയിട്ട് ചെല്ല്. ബൈ ബൈ. കാണാം കാണാം കാണാം. നമുക്ക് കണ്ടിട്ടുണ്ട് കാണാം. അപ്പോ എല്ലാരും എടാ 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 ബാബാ ബാബാ ഇങ്ങോട്ടൊന്ന് 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 എല്ലാണോ വന്നേ എല്ലാണോ വന്നേ എല്ലാണോ തിരിച്ചോടാ 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 എല്ലാരും തിരിച്ചോടാ തിരിച്ചോടാ. എന്തോ ഇത്ര സംസാരിക്കുക എല്ലാത്തിനും. തിരിച്ചോടാ ബുള്ളെ ബുള്ളെന്ത് പറയുന്നു കറങ്ങുന്നേ? ഞാൻ പറയണോ കേക്കോ? ഞാൻ കേക്കോ റേഡിയോയില് ഒറ്റയൊക്കെ പോയി എല്ലാം കഴിഞ്ഞപ്പോഴാണ്